an unforgettable experience for all football lovers. So this is an evening where we celebrate football in the most spectacular way. ഫുട്ബോൾ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്ന ഒരു ദിവസമാണിത്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇവിടെ സ്റ്റേജിൽ എന്റെ കൂടെ ഫുട്ബോൾ ആയിട്ട് കണക്ഷൻ ഉള്ള ഒരാൾ വേണ്ടേ? വേണോ? യെസ്, ഡെഫിനറ്റ്ലി. ആൻഡ് താങ്ക്ഫുള്ളി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് നല്ല ഫുട്ബോൾ താരങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി ഫുട്ബോൾ പ്ലെയർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പേരുകൾ വരും. എന്നാൽ മലയാളം ഫുട്ബോൾ കമന്ററി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരേ ഒരു പേരാണ്. The name that has become synonymous with Malayalam football commentary. Ladies and gentlemen, please join me in welcoming my co-anchor, the one and only king of commentary, Shaiju Damodaran. മനോഹരമായ നിറമാണ് എന്നാൽ അതിന് സൂര്യന്റെ നിറമാണ്. ഇവിടെ സൂര്യൻ നെയ്മർ എന്ന സൂര്യൻ ഒരു നെയ്മർ ബ്രില്യന്റ്. Ladies and gentlemen, here we have him with us, the one and only Shaiju Damodaran. Thank you Sandra and thank you everyone. A very good evening. കേരളം ഫുട്ബോൾ നമ്മുടെ കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയം കാണാൻ പോകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള you are going to witness one of the most awesome football evenings അടുത്ത സെപ്റ്റംബറിൽ 26-ാം തീയതി I think proposed date. ഭയങ്കരമായിട്ടുള്ള ഒരു മഹാസംഭവം. നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മുടെ ചിന്തകളിലും മാത്രം നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ ബ്രസീലിയൻ ലെജൻഡ്സ് will play against Indian legends. What a moment it will be. So അതിഗംഭീരമായ ഇന്ത്യൻ ലെജൻഡ്സ് വേഴ്സസ് ബ്രസീൽ ലെജൻഡ്സ്. ലെജൻഡ്സ് ഇൻ ഇന്ത്യ ലെജൻഡ് സ്റ്റാർ ഇന്ത്യ ടൂർ 2026 ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് മൈ പ്രൗഡ് പ്രിവിലേജ് ടു ഷെയർ ദി സ്റ്റേജ് വിത്ത് സാന്ദ്ര ഓഫ് കോഴ്സ്. സോ നിങ്ങളെ ഒരിക്കൽ കൂടി ഒഫീഷ്യലായിട്ട് നിങ്ങളെ ഔപചാരികമായി സ്വാഗതം ചെയ്യാനുള്ള ആളുകൾ, ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിന്റെ നട്ടല്ലായിട്ടുള്ള ഇതിന്റെ നെടും തൂണുകളായിട്ടുള്ള ആളുകളൊക്കെ പുറകെ വരുന്നുണ്ട്. ആൻഡ് ബിഫോർ വി ഗെറ്റ് ഗോയിങ്, ആ ഒരു ബോൾ ആദ്യം ആരെങ്കിലും തട്ടണ്ടേ, എന്നാലല്ലേ പന്തുകളി തുടങ്ങാം. അതുകൊണ്ട് ടു കീപ് ദ ബോൾ റോളിംഗ്, നമുക്ക് ബ്രസീലിനെ കുറിച്ച് അറിയാം. 2002 വേൾഡ് കപ്പ് നമുക്ക് എത്ര പേർക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ സുശാന്തൊക്കെ ഇങ്ങനെ വളരെ താല്പര്യത്തോടെ നോക്കുകയാണ്. ഐ ക്യാൻ സീ സുശാന്തിനെ കാണാം, വിനീതിനെ കാണാം, യെസ് ഷാജി, ആൻസൺ, അജയൻ, ആസിഫ് എല്ലാവരെയും കാണാം, ഷറഫുക്കെ കാണാം, എവരിബഡി, മുരുകേഷ് സാർ, ചാക്കോ സാർ ആൻഡ് ജിജു മൈ co-commentator sitting with another co-commentator ഫിറോസ് ഷെരീഫ്, എല്ലാവരെയും കാണാം. സോ ഇവരുടെ എല്ലാവർക്കും ഇപ്പൊ എല്ലാവർക്കും 2002 വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക ആവേശമാണ്. വൈ? ബിക്കോസ് ബ്രസീൽ ഇതിനു മുൻപ് ലോക റെക്കോർഡ് സ്ഥാപിച്ച വേൾഡ് കപ്പാണ്. ബിക്കോസ് ദേ വൺ ഇറ്റ് ഫോർ ദ റെക്കോർഡ് 5th ടൈം. 2002 ബ്രസീൽ 5ാം തവണ വേൾഡ് കപ്പ് ജയിച്ചത്. ആ 5 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഒന്ന് തൊടാൻ ഇതേവരെ മറ്റൊരു രാജ്യത്തിലെ ടീമുകളും കഴിഞ്ഞിട്ടില്ല. സോ 2002 ശേഷം ബ്രസീൽ പിന്നീട് 2006, 2010, 2014, 2018 ആൻഡ് ഖത്തറിൻ 2022 അവിടെ ഒന്നും ബ്രസീലിനെ കണ്ടില്ല. ഇനി അടുത്ത വേൾഡ് കപ്പ് USA, മെക്സിക്കോ, കാനഡ ഒരു മാസത്തിനപ്പുറം നടക്കാൻ പോവുകയാണ്. ബ്രസീൽ 6ാം തവണയും for the record 6th time ബ്രസീലിന്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. അന്ന് 2002 ജപ്പാൻ കൊറിയ വേൾഡ് കപ്പിൽ ആരൊക്കെയാണ് കളിച്ചത്? കഫു ക്യാപ്റ്റൻ, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, റോബർട്ടോ കാർലോസ്, ഗിൽബർട്ടോ സിൽവ, ലൂസിയോ, ജൂനിഞ്ഞോ, അങ്ങനെ ബ്രസീലിന്റെ one of the greatest ever. ആരായിരുന്നു ടോപ്പ് സ്കോറർ? റൊണാൾഡോ വിൻ ദ ഗോൾഡൻ ബൂട്ട് ഇൻ ജപ്പാൻ കൊറിയ വേൾഡ് കപ്പ്. അങ്ങനെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശഭരിതമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ഏറ്റവും നിലവിൽ ബ്രസീലിന്റെ ഏറ്റവും അവസാനത്തെ വേൾഡ് കപ്പ് വിജയമാണ് 2002 യോക്കോഹാമ നൈറ്റ്, ദാറ്റ് ഫൈനൽ അഗൈൻസ്റ്റ് ജർമ്മനി which Brazil won 2-0. റൊണാൾഡോയുടെ 2 ഗോളുകളിൽ, റൊണാൾഡോ എന്ന് പറയുമ്പോൾ നമ്മുടെ റൊണാൾഡോ അല്ല, പൊട്ടത്തലയൻ റൊണാൾഡോ, ആ റൊണാൾഡോയുടെ 2 ഗോളുകളിൽ ബ്രസീൽ ജയിച്ച ലാസ്റ്റ് വേൾഡ് കപ്പ്. സോ ആ വേൾഡ് കപ്പിൽ കളിച്ച താരങ്ങൾ ഇതൊക്കെ നമുക്ക് സ്വപ്നമാണ്, നുള്ളി നോക്കേണ്ടി വരും. അടുത്ത സെപ്റ്റംബറിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാവരും, സ്റ്റാർട്ടിംഗ് ഫ്രം ദ ക്യാപ്റ്റൻ ഹിംസെൽഫ്, കഫു, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, ഗിൽബർട്ടോ സിൽവ, ലൂസിയോ, ജുനിഞ്ഞോ, ഇവരെല്ലാവരും നമ്മുടെ കൊച്ചിയിൽ വന്ന് കളിക്കാൻ പോവുകയാണ്. So what a moment it will be. അതിനുവേണ്ടി അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി ബ്രസീലിൽ നിന്ന് 2 ലെജൻഡ്സ് നമ്മുടെ കൂടെ സന്നിഹിതരുമാണ്.
നമുക്ക് ഗൽവാവോ ആൻഡ് റിക്കാർഡോ, രണ്ട് ബ്രസീലിയൻ ലെജൻഡ്സ് ഇവിടെ സന്നിഹിതരാണ്. അവരാണ് ഈ ലെജൻഡ്സിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, അവരാണ്. ഓഫ് കോഴ്സ് എല്ലാവരും ഉണ്ട്. സോ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ് സെപ്റ്റംബർ, അടുത്ത സെപ്റ്റംബർ, ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ് ഈ മഴക്കാലം കഴിഞ്ഞ് വീണ്ടും ഇന്ത്യയിൽ ഫുട്ബോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ we will start that season, this coming season, with a bang, which will be the legends, Indian legends versus the Brazil legends match in Kochi on 26th September 2026. Good evening, ladies and gentlemen. This is a great occasion for me to really have a great opportunity to interact with you people. And we have been a very strong logistics company in India. And in fact, now I'm the third generation in my family to run this company. Our love for sport is quite a lot because I myself was a cricketer, played for Tamil Nadu. And this is a sport where I feel all of them are involved, and especially in Kerala, it has been really well received. And our company has got a lot of CSR initiatives, as well as we promote a lot of sporting activities in Tamil Nadu. And now we are slowly spreading our wings into Kerala, where we feel there is a lot of potential to be developed. And in fact, we own a club also which plays in the I-League. And in this season, we have done really well, and we like to see much more success. And it's a great pleasure, and I invite all of you for this excellent press meet and launch for the September 26th. Thank you. Thank you so much, sir, for the very warm welcome. So this historic event is a brainchild of Gammon World Sports Entertainment Private Limited, an offshoot of the A2Z Group. Gammon was started with one ambitious vision: to redefine sports and entertainment in India through immersive and unforgettable experiences. And in a very short period of time, they have already emerged as one of the most powerful forces in the industry. Their landmark event was the historic Brazil Legends India Tour in Chennai last year, an absolute celebration of football, and the event turned out to be a grand success. But for Gammon, that was just the beginning of another chapter. They're now building an entire sports and entertainment ecosystem. Out of their passion for developing football in India, they have officially acquired the prestigious Sporting Club of Bangalore, SCB. They've also made a strong mark in television and entertainment production. After the success of the innovation reality show Pitch It On, they are now preparing for something absolutely groundbreaking, a never-before kind of a reality show, Big Picture, which is all about making India's first pan-Indian movie featuring entirely newcomer actors. And what makes it even more revolutionary is the fact that these newcomer actors will be selected through the reality show directly by the public. And how refreshing is that, right? നമ്മളെല്ലാവരും നെപ്പോട്ടിസത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കഴിവുള്ള സാധാരണക്കാരായ വ്യക്തികൾക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള നല്ലൊരു അവസരമാണ് ബിഗ് പിക്ചറിലൂടെ ലഭിക്കുന്നത്. Now, to help us understand more about A2Z and Gammon, let's take a look at a video. Words, I would like to invite on stage the visionary leader guiding Gammon from the front. Please join me in welcoming on stage the COO of Gammon World Sports Entertainment Private Limited, Mr. Rajesh Anandan, lovingly called as RAV by all of us. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Hearty welcome to you, sir. Welcome in Shri RAV. Thanks a lot. Thanks a lot for giving me such a rousing reception, and he's unstoppable. That's superb. I love it here. So what I see right now is really superb, engaging, and heartwarming. Just to say a few words about Gammon. A2Z is the parent company, and Gammon was started with the sole aim of providing arts, sports, and entertainment to the common man. So I think she has given you a few words about what our next project is going to be, which is called Big Picture. Let's come back to that later. But right now, the onus here is on football, and I know Kerala is, totally into football, and that's the reason why we are here.
Last year when we had the same thing in Chennai edition, it was a sold out crowd. We had a massive response, and I know this is going to be much more than that. I take this opportunity in inviting all the people here, the press, the distinguished guests, and Mr. Ricardo and Galvio, who will be here for the entire season, the September edition season. So that's what we're looking forward to. And thanks a lot. Thanks everyone once again for being here. It's kudos to everyone who's organized this. My team here, my Kerala, my friends from Kerala, and my entire production team who's going to take part in sculpting this whole event. So I'm looking forward, as you guys are also looking forward to this superb show which is going to unfold sometime in September. And the date right now is on 26th. So thanks once and again for all of you for being here and to grace this occasion. Thanks a lot. Thank you. Thanks a lot. Thanks. Thank you so much, sir. World Cup final, free kick for Brazil. Ronaldinho തയ്യാറെടുക്കുന്നു. ആ ഫ്രീ കിക്കിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. കഫുവിന്റെ നേതൃത്വത്തിൽ ബ്രസീൽ അനുകൂലമായി നല്ലൊരു ഷോട്ട്. And Ronaldo! Brazil are back. 69ാം മിനിറ്റിൽ റൊണാൾഡോയുടെ ഗോളിലൂടെ ബ്രസീൽ ഡെഡ്ലോക്ക് പൊളിക്കുന്നു. Brazil touch the lead. Brazil won. Germany nil. Ronaldo. And now Cleverson. Dummy run to Ronaldo. Ronaldo! 79ാം മിനിറ്റിൽ it is Brazil 2, Germany nil. Brazil ലോകകപ്പ് നേടാൻ പോകുന്നു. റൊണാൾഡോ ഗോൾഡൻ ബൂട്ട്. റൊണാൾഡോയുടെ 8ാമത്തെ ഗോളാണ്. 8th goal for Ronaldo in this World Cup. ഒലിവർ കാൻ മറുപടിയില്ലാതെ ഒലിവർ കാൻ and the final whistle. കൊളീനയുടെ final whistle മുഴങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രം. Yes, final whistle. ബ്രസീൽ ലോകത്തിന്റെ നെറുകയിൽ കോപ്പാക്കമാന തുള്ളി തുളുമ്പുന്നു. ലോകത്തെ ആലിംഗനം ചെയ്യുന്നു. ലോക ഫുട്ബോളിന് വീണ്ടും ബ്രസീലിയൻ താളം, സാമ്പാ താളം. ബ്രസീൽ are the world champions again. ലോകത്തിന്റെ നെറുകയിൽ ബ്രസീൽ കപ്പ് വാങ്ങാൻ കപ്പു. What an energy! So, ladies and gentlemen, idu verum sample matram. The real football extravaganza will be happening on September 26th in Kochi. So now we are moving on to the lamp lighting ceremony. ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുന്നേ നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. So let's mark the official beginning, the official launch of Legend Stars India Tour 2026 by lighting the ceremonial lamp. To be a part of these moments, I would like to invite on stage with a lot of respect the founder and CEO of A to Z Logistics, Mr. Ramesh Sabapathy. Sir, please. Along with him, also inviting on stage the CEO of Gammon Sports, Mr. Rajesh Ananthan, RAV. Also inviting on stage with lots of love and respect our players from the Brazil team. നല്ലൊരു കൈയടി നൽകി നമുക്ക് ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Please put your hands together for the players, Ricardo and Marcelo Galvão. Along with the dignitaries, with a great round of applause, let's welcome Ricardo and Galvão, the two Brazilian legends. Inviting on stage to be a part of the lamp lighting ceremony, Mr. Sharaf Ali, one of our biggest supporters. Mun Indian international, Mun Indian captain, Mun Malabar Special Police Commandant and Mun Keralathile Rapid Action Force Commandant, respected Sri U. Sharaf Ali, India International ex-captain and Keralathinte Mun Sports Council President. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ദീപക് കല്യാൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, Chartering Projects, A to Z Logistics India, and Mr. Govind Rajan, executive director, Supply Chain Distribution of Summer Global Logistics. അടുത്തതായി വേദിയിലേക്ക് നിലവിളക്ക് തെളിയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ CK Vinit, the former Indian team captain. സ്വാഗതം ചെയ്യുന്നു മറ്റൊരു ഇന്ത്യൻ international, the man who made Kerala Blasters pride for so many years. Check out Kinake Vitil Vinit, alias CK Vinit on the stage please. India International, ex-Kerala Blasters, ex-Bengaluru FC. Hearty welcome to all the dignitaries on stage.
We request all of you to jointly light the ceremonial lamp and give us a wonderful beginning. വേദിയിലെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ചേർന്ന് please move towards the lamp, light the lamp and give us a wonderful beginning. Here we are marking the official launch of Legend Stars India Tour 2026. മനസ്സിൽ പ്രാർത്ഥനയോടെ നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും ഈ നിമിഷങ്ങളുടെ ഭാഗമാവാം. Thank you so much, dignitaries, for illuminating the evening. Requesting all of you to kindly remain on stage for a few minutes. We are now moving on to something very special. I would like to request our players from Brazil to present the team jersey to Ramesh sir and RAV sir as a symbol of our partnership. I request the team jerseys to be brought. So Ricardo and Marcelo will be presenting the team jersey to RAV sir and Ramesh sir. Ramesh sir and RAV sir, please step forward. Please take the center stage. Center stage like vanna nilkana request cheyana. Please take the center stage. Few steps forward. Let everyone see the jersey. Yes. So like all of us can see, this is a jersey signed by the Brazilian players, and here we have our players Ricardo and Gambo handing over the jersey to RAV sir and Ramesh sir. Here we go. Ladies and gentlemen, നല്ലൊരു കൈയടിയാവാം. 2002 വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിലെ എല്ലാ ബ്രസീലിയൻ ലെജൻഡ്സും സൈൻ ചെയ്ത ജേഴ്സീസ് ആണ് റിക്കാർഡോ ആൻഡ് ഗാൽവാവോ ചേർന്ന് ശ്രീ ആർഎവിക്കും ശ്രീ ഈ ചടങ്ങിനെ സമ്പന്നമാക്കാൻ ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിനുള്ള സ്നേഹോപഹാരം കൈമാറുകയാണ്. ഇവിടെ വേദിയിലെത്തി സ്നേഹോപഹാരം സ്വീകരിക്കണമെന്ന് ഓരോ ഇന്ത്യൻ താരങ്ങളോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമേ വേദിയിലേക്ക് വിളിക്കുന്നത് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ, ഏറ്റവും മികച്ച ഗോൾ കീപ്പർ, ഒരു കാലത്ത് ഫുട്ബോൾ മൈതാനങ്ങളെ കോരിത്തെരിപ്പിച്ച പ്രിയപ്പെട്ട ശ്രീ വിക്ടർ മഞ്ഞില. മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ മുൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞില. അദ്ദേഹം തന്നെയാണ് ഈ ലെജൻഡ്സ് മാച്ച് നടക്കുന്ന സമയത്ത് ഈ ഇന്ത്യൻ ലെജൻഡ്സിന്റെ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് വിക്ടർ മഞ്ഞില ഉണ്ടാകും. I would like to request Mr. DK and Govindarajan sir to do the honors. We'll be presenting a token of appreciation. DK sir and Govindarajan sir will be handing over this beautiful gift hamper. So ശ്രീ വിക്ടർ മഞ്ഞില കേരളം ജന്മം നൽകിയ എക്കാലത്തെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ്. കേരള പോലീസിന്റെ കോട്ടകാവൽക്കാരനായിരുന്നു. ഇന്ത്യൻ ഇന്റർനാഷണൽ. നേരത്തെ ഒലിവർ ഖാൻ നമ്മൾ കണ്ടു. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഓദറയുടെ ഒലിവർ ഖാൻ, കെറ്റി ചാക്കോ. ഓദറയുടെ ഒലിവർ ഖാൻ തിരുവല്ലക്കടുത്ത് ഓദറ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിന്റെ ഗോൾ നൽകാത്ത ഓദറയുടെ ഒലിവർ ഖാൻ, കെറ്റി. അടുത്തതായി ഈ 1 കോടി എന്നുള്ളതൊക്കെ സ്വപ്നം മാത്രമായിരുന്നു ഒരു കാലത്ത് കേരള ഫുട്ബോളേഴ്സിന്. ആദ്യമായി 1 കോടിയെ തൊട്ട കേരളത്തിലെ പ്രൊഫഷണൽ ഫുട്ബോളർ നൺ അതർ ദാൻ തൃക്കരിപ്പൂരിന്റെ സ്വന്തം കേരള ഫുട്ബോളിന്റെ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി കാസർഗോഡിന്റെ സ്വന്തം, തൃക്കരിപ്പൂരിന്റെ സ്വന്തം, എക്സ് കേരള ബ്ലാസ്റ്റേഴ്സ്, എക്സ് മഹീന്ദ്ര, എക്സ് ഇന്ത്യ ഇന്റർനാഷണൽ, ഐ ലീഗ് ടോപ്പ് സ്കോറർ മുഹമ്മദ് റാഫി. താങ്ക് യു റാഫി. റാഫിക്ക് ശേഷം ഇനി വേദിയിലേക്ക് വിളിക്കുന്ന 1993 കേരളം കൊച്ചിയിൽ
മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ സന്തോഷ് ട്രോഫി നേടുമ്പോ ആ കപ്പ് ഏറ്റുവാങ്ങിയ ക്യാപ്റ്റൻ അദ്ദേഹവും ചരിത്രത്തിന്റെ ഭാഗമാണ്. സ്വാഗതം ചെയ്യട്ടെ ആദരപൂർവ്വം ശ്രീ കുരികേഷ് മാത്യു. കേരള സന്തോഷ് ട്രോഫി ചരിത്രത്തിൽ ഒരു കാലത്തും വായിക്കപ്പെടാനാവാത്ത, നെവർ എവർ ഡിലീറ്റ് ചെയ്യപ്പെടാത്ത പേരാണ് മാത്യു. ഈ ടീം അതിനുശേഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ഞാൻ വിയറ്റ്നാമിലായിരുന്നു. വിയറ്റ്നാമിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ അവിടുത്തെ ഫുട്ബോൾ മൈതാനങ്ങൾ കാണുമ്പോൾ ഞാൻ കൂടെയുള്ളവരോട് പറയും, 2003 വർഷം എനിക്ക് അർത്ഥം അറിയില്ല, 2001-03 LG കപ്പിൽ നമ്മുടെ അജയൻ വന്ന് ഗോൾ അടിച്ച സ്ഥലമാണ് കുഞ്ഞുങ്ങളെ. സ്വാഗതം ചെയ്യുന്നു the star of LG Cup in 2003 for India, K. അജയൻ. സ്വന്തം എന്ന് പറഞ്ഞാൽ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്നും ഏറ്റവും തൊട്ടടുത്ത് വീടുള്ള ഇന്ത്യൻ ഇന്റർനാഷണൽ ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യം വിജയനല്ല, അത് ഷാജി അല്ല, അത് പാപ്പച്ചനല്ല, അത് ഷറഫ് സാറല്ല, അതാരുമല്ല, കുരികേഷ് സാറുമല്ല, ജാക്കോ സാറുമല്ല, അത് കെ ആൻസൺ. വീട്ടിൽ നിന്ന് മതിൽ ചാടി സ്റ്റേഡിയത്തിൽ വന്ന് നെഹ്റു കപ്പ് കളിച്ച 1999 നെഹ്റു കപ്പ് ആൻസൺ പ്ലേഡ്. വീട്ടിൽ നിന്ന് കോച്ച് വിളിക്കുമ്പോ കോച്ച് ദേവൻ എന്ന് പറഞ്ഞു വന്ന് കളിച്ച ആളാണ് കെ ആൻസൺ. ചക്കുങ്കൽ റോഡ്, പാലാരിവട്ടം. ആൻസൺ കേരള പോലീസിലെ KMP ബറ്റാലിയന്റെ കമാൻഡന്റായി റിട്ടയർ ചെയ്തത് കഴിഞ്ഞ ആഴ്ചയാണ്. ഒരു വലിയ സല്യൂട്ട് to this retired commandant of KMP last week. കൊച്ചിക്കാരനായ ആൻസനെ വിളിക്കുമ്പോ അടുത്ത കൊച്ചിക്കാരൻ ദേശാഭിമാനി റോഡിൽ എന്റെ ഏറ്റവും അടുത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആരാണ് എന്റെ ഇമ്മീഡിയറ്റ് നൈബർ എന്ന് ചോദിച്ചാൽ അത് ഒരാളെ ഉള്ളൂ. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. എന്ന് പറഞ്ഞാലും ബോസ് എന്തൊക്കെയുണ്ട് വിശേഷം? ബോസ് വരൂ. ഫിറോസ് ഷരീഫ്, the boss of Indian football. ഇന്ത്യയുടെ എക്സ് ഗോൾ കീപ്പർ, നെഹ്റു കപ്പിൽ ഇന്ത്യക്ക് ഗോൾ വലക്കാത്ത കലൂരുകാരൻ, ദേശാഭിമാനി റോഡ്. ഫിറോസ് ഷരീഫ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇന്റർനാഷണലുകളിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ളതും സ്നേഹമുള്ളതും ഒരാളോട് മാത്രമാണ്. ഷാജി, എക്സ് ഇന്ത്യ ഇന്റർനാഷണൽ. വൈകിട്ട് എന്താ പരിപാടി ഇത് കഴിഞ്ഞാൽ വീഴുന്നത് മറ്റൊരു കേരള പോലീസ് താരത്തെയാണ്. മുൻ കേരള പോലീസ് താരം, മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ കൊച്ചിക്കാരൻ, ഞങ്ങളുടെ ബോൾ കാട്ടി, ഞങ്ങളുടെ മിസ്റ്റർ പോഞ്ഞിക്കര, PP തോമസ്. മിസ്റ്റർ പോഞ്ഞിക്കര on to the stage. PP തോമസ് കേരള നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡിന്റെ തലവനായിരുന്നു. കേരള നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡിന്റെ ചുമതലയായിരുന്നു PP തോമസിന് ഏറെക്കാലം. കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഈ മലപ്പുറം മമ്പാട്ടുകാരന്റെ പേരിലാണ്. സ്നേഹത്തോടെ ഞങ്ങൾ അവനെ വിളിക്കുന്നു. വെൽക്കമിങ് ദ കേരള മാരഡോണ on to the stage, ആസിഫ് സഹീർ. The top scorer for Kerala in the Santosh Trophy history, Asif Sahir. Thank you, Asif. And last but not the least, ഈ ചടങ്ങിന്റെ എല്ലാമായ ഇത്രയും ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും ഭംഗിയായി ഈ ചടങ്ങ് നടത്താൻ ഇതിന്റെ നെടുത്തൂൺ പോലെ പ്രയത്നിച്ച ഇതിന്റെ എല്ലാമായ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ, മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ, മുൻ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, മുൻ MSP കമാൻഡന്റ്, മുൻ RIF കമാൻഡന്റ്, കേരള പോലീസ്. Thank you, Firoz, and that's it. We would also like to present a token of appreciation to Mr. Satish. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. One of our long-standing friends and well-wishers, Mr. Satish. We request you to kindly come on stage and receive this gift hamper as a token of our sincere gratitude and appreciation. Welcome, sir.
Now we're moving on to one of the main highlights of our event. I would like to request Aravi sir and Ramesh sir to hand over the agreement to Marcelo and Ricardo. Moving on to the agreement exchange. Here we are making things super official. Thank you so much, dignitaries. So now I would like to hand over the mic to our beloved players from Brazil, Marcelo and Ricardo. How do you feel being here in Kerala, all set for the Legends Tour, seeing this energy of Kerala? How do you feel? We're very excited to be here. We want to thank you for the hospitality. It's been fantastic. Thank you, Ramesh and his team for the hospitality. We're excited about the game and about promoting the sport and soccer here. And we hope that we can have a very successful event, not only to the stars, to the players, but to the people and to the youth, to the kids. Alright, we are also very, very excited and looking forward to the event. So once again, a big thank you to all of you for bringing this to Kerala. Thank you. We would be very happy if you could also speak a few words. Please. Okay, my English is not good, okay? That's why I need to translate. Eu estou muito feliz em estar com vocês aqui pela quarta ou quinta vez na Índia. I'm very happy to be here with you for the 4th, 5th time here in India. E agora ainda mais feliz e ansioso por tudo que vai acontecer aqui em Kerala. And I'm even happier and very anxious for everything that's going to happen here in Kerala. E eu espero que esse tempo passe rápido para a gente se encontrar de novo aqui e participar de uma grande festa dentro do estádio. And I hope the time flies by so we can meet again in September in the stadium. Yes, we are also eagerly waiting to see you again in September. Till then, let's all keep alive the spirit of football. Thank you so much, dignitaries. ഇവിടെ ഞങ്ങൾ കണ്ടുമുട്ടാനും വീണ്ടും പരിചയപ്പെടുത്താനും അവരെ ആദരിക്കാനും ചെയ്ത ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ ടൂർണമെന്റിന് ഈ മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ വിക്ടർ മഞ്ഞൾ. അടുത്തായി രണ്ട് വാക്ക് ആശംസകൾ നേരുന്നതിനായി സി കെ വിനീതിനെ ക്ഷണിക്കുകയാണ്. വെൽക്കമിങ് സി കെ വിനീത് ഓൺ ദി സ്റ്റേജ് അഗൈൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഈ ഒരു വലിയ ഫംഗ്ഷനിൽ. വലിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ബ്രസീൽ കപ്പടിച്ചത്. അതായത് ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം. അന്ന് ടി വിയിൽ കണ്ടിരുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ കൊണ്ട് കാണിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഞങ്ങളുടെ തലമുറ മേ ബി എല്ലാവരും ഇവിടെ ഓഫീസ് അടക്കൂല അല്ലെങ്കിൽ എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള കളി ഇഷ്ടപ്പെടുന്ന കളി കാണുന്ന എല്ലാ ആൾക്കാർക്കും ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും ഈ പറയുന്ന പോലെ ഇതുപോലുള്ള പ്ലേയേഴ്സിനെ കാണുക, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത്. സോ അവരിവിടെ കൊണ്ടുവരുന്നതിന്, അവരിവിടെ ഞങ്ങളുടെ മുന്നിൽ കളിപ്പിക്കുന്നതിന് ആദ്യം തന്നെ നന്ദി. പിന്നെ എല്ലാവിധ ആശംസകളും. ഇഷ്ടംപോലെ സീനിയർ പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ. പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ കളി പഠിപ്പിച്ച ആൾക്കാരുണ്ട്, എനിക്ക് കളി പറഞ്ഞു തന്ന ആൾക്കാരുണ്ട്, എന്നെ ഉപദേശിച്ച ആൾക്കാരുണ്ട്, കുറേ പണി തന്ന ആൾക്കാരുണ്ട്. പണി തന്നെയെന്ന് ചോദിച്ചാൽ എന്നെ കോച്ച് ചെയ്ത ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവർക്കൊരു പണി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ. എണീച്ചെല്ലാവരും പോയി 10 റൗണ്ട് ഓടിയിട്ട് വന്നോ, നല്ല പണി വരുന്നുണ്ട്. നിങ്ങളൊക്കെ ആരും ഫിറ്റല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊക്കെ ചെറുപ്രായത്തിൽ നല്ലോണം ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾ തോറ്റിട്ട് വന്നാൽ സത്യം പറയാലോ വിവരം അറിയാം. നിങ്ങൾ റെഡിയല്ലേ? ആരും റെഡിയല്ല, ആരും മിണ്ടുന്നില്ലല്ലോ. ഇത് പഴയ ഞങ്ങളെ പോലെ എന്നെ പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ ലെജൻസ് ആരും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ റെഡിയല്ലേ? റെഡിയല്ല? ഞാൻ റെഡി ആയിട്ടോ 10 റൗണ്ട് ഓടാൻ നിങ്ങളോട്. നിങ്ങൾ ഫിറ്റാതെന്ന് അറിയാം, ഭക്ഷണം കഴിക്കൂല, ഒന്നും ചെയ്യില്ല. അപ്പൊ സെപ്റ്റംബർ 8 നിങ്ങൾ ജയിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അവരെ എന്താ പറയുക, വേൾഡ് കപ്പ് അടിച്ച ടീമിനെ ഞങ്ങളുടെ ടീം അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ തോൽപ്പിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും അതിന് റെഡിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ ബിഫോർ ഐ ലീവ് ഐ ഹാവ് എ മെസ്സേജ് ടു ദ Brazilian players. Like as I told you, you won the World Cup in 2002. That's when I was 14 years old. And it's high time for you to win the World Cup again, because we Brazil fans need to held our heads high in front of the Argentinian fans in Kerala. So please win it for us this time. We are all rooting for you. So all the best for the World Cup.
and please take Neymar in your team too. Okay. I'm just being a selector for you, right? So, എല്ലാവരും thanks for inviting, and ഈ കളിക്ക് അടുത്ത സെപ്റ്റംബറിൽ വരാൻ പോകുന്ന കളിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. All the wishes. Thank you. താങ്ക് യു CK. ഇപ്പൊ വിനീത് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറഞ്ഞ് തള്ളി ജയിപ്പിക്കാൻ പറ്റും, പക്ഷെ കളിച്ച് നിങ്ങൾ തന്നെ ജയിക്കണം കേട്ടോ. നമ്മളെ കൊണ്ട് തള്ളി ജയിപ്പിക്കാം അത് പറ്റും, ഈസിയാണ് നമ്മൾ മലയാളികളെ കൊണ്ട്, പക്ഷെ കളിച്ച് നിങ്ങൾ തന്നെ ജയിക്കണം. വെൽക്കമിങ് യു ഷാരഫ് അലി ഓൺ ടു ദി സ്റ്റേജ് പ്ലീസ്. സദസ്സുമില്ല മാന്യ വ്യക്തിത്വങ്ങളെ, ബ്രസീലിൽ നിന്നുള്ള എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖ ഫുട്ബോൾ താരങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നുള്ള ഇന്ത്യൻ താരങ്ങളെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ഗാമൻ സ്പോർട്സ് ഇന്റർനാഷണൽസിന് ഭാരവാഹികളെ, വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു ചടങ്ങാണ്. കേരളത്തിൻ്റെ ഫുട്ബോൾ താരങ്ങളെ, ഫുട്ബോൾ പ്രേമികളുടെ ആവേശം കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഫുട്ബോൾ മേള സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഗാമൻ സ്പോർട്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും മെട്രോ സാർ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ ഫുട്ബോൾ മേഖലക്ക് ഒന്നും കൂടെ മെച്ചപ്പെട്ട പ്രോത്സാഹനം, പരിപോഷണം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നൊരു മത്സരമാണ്. നമ്മളൊക്കെ അർജന്റീന ടീമിൻ്റെ ഒരു കളി പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. നിർഭാഗ്യം കൊണ്ട് അത് മിസ്സായ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് തീർച്ചയായിട്ടും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ഗാമൻ സ്പോർട്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബ്രസീൽ താരങ്ങളുമായിട്ട് ഇന്ത്യൻ താരങ്ങൾ മാറ്റുരക്കാനും അവരുടെ ഫുട്ബോൾ വൈഭവം കണ്ട് മനസ്സിലാക്കാനും ഫുട്ബോൾ ആവേശം മനസ്സിലാക്കാനും ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ ആവേശം നൽകുന്ന മത്സരത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നൽകുന്നു. ഒപ്പം തന്നെ ഇത് സംഘടിപ്പിക്കുന്ന ഗാമൻ സ്പോർട്സ് ഇന്റർനാഷണൽസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.